ദളപതി വിജയുടെ ഗോട്ട് തിയേറ്ററുകളിൽ മികച്ച കളക്ഷൻ നേടുകയാണ്. ചിത്രത്തിലെ കാസ്റ്റിംഗുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ക്യാമിയോ വേഷത്തിൽ ശിവകാർത്തികേയൻ ഗോട്ടിലെത്തിയിരുന്നു. ഈ റോളുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ്. വിജയ് അവതരിപ്പിച്ച ഗാന്ധി എന്ന കഥാപാത്രം ശിവകാർത്തികേയന്റെ കയ്യിൽ തുപ്പാക്കി ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഡയലോഗ് തിയേറ്ററിൽ വലിയ ആരവമുണ്ടാക്കിയിരുന്നു. ഈ ഹിറ്റ് ക്യാമിയോയ്ക്കായി ആദ്യം പരിഗണിച്ചത് മറ്റൊരു നടനെയായിരുന്നു. നടൻ ചിമ്പുവിനെയാണ് ഈ ക്യാമിയോ റോളിനായി വെങ്കട് പ്രഭു ആദ്യം പരിഗണിച്ചിരുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്നാൽ മണിരത്നം ചിത്രമായ തഗ് ലൈഫിന്റെ ചിത്രീകരണ തിരക്കുകളായിരുന്നതുകൊണ്ട് ചിമ്പുവിന് ഈ റോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. തുടർന്നാണ് ശിവകാർത്തികേയനെ ഈ കഥാപാത്രത്തിനായി കാസ്റ്റ് ചെയ്തത്. ചിത്രത്തിലെ മറ്റൊരു ഹിറ്റ് ക്യാമിയോയായിരുന്നു മട്ട എന്ന ഗാനത്തിലെ തൃഷ കൃഷ്ണന്റേതും. തൃഷയും വിജയും ഗില്ലിയിലെ സ്റ്റെപ്പ് വീണ്ടും അവതരിപ്പിച്ചതൊക്കെ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ഗാനത്തിനായി ആദ്യം പരിഗണിച്ചത് തൃഷയെ ആയിരുന്നില്ലെന്നും റിപ്പോർട്ടുണ്ട്. നടി ശ്രീലീലയായിരുന്നു ഈ ഗാനത്തിന് വേണ്ടി വെങ്കട് പ്രഭു ആദ്യം സമീപിച്ചത്. ഗുണ്ടൂർക്കാരം എന്ന സിനിമയിലെ ശ്രീലീലയുടെ നൃത്തം കണ്ടിട്ടാണ് വെങ്കട് പ്രഭു ശ്രീലീലയെ ഈ വേഷത്തിനായി സമീപിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ തമിഴ് സിനിമയിലേക്കുള്ള തന്റെ എൻട്രി വെറുമൊരു ക്യാമിയോ അപ്പിയറൻസ് ആവരുതെന്നും ഡാൻസ് നമ്പറിലൂടെ മാത്രമായി സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമില്ല എന്നതുമായിരുന്നു ശ്രീലീലയുടെ നിലപാട്. ഈ ഓഫർ ശ്രീലീല നിരസിച്ചതോടെയാണ് തൃഷയിലേക്ക് എത്തുന്നത്. അതുപോലെ ചിത്രത്തിൽ വിജയുടെ നായികയായി എത്തിയത് സ്നേഹയാണ്. എന്നാൽ ഈ റോളിലേക്കും ആദ്യം പരിഗണിച്ചിരുന്നത് സ്നേഹയല്ല നയൻതാരയായിരുന്നു. അത് സാധിക്കാത്തത് കൊണ്ടാണ് സ്നേഹയിലേക്ക് എത്തിയത്. സിനിമ കണ്ടിട്ട് തന്നെ നയൻതാര വിളിച്ച് പ്രശംസിച്ചിരുന്നുവെന്നും വെങ്കട് പ്രഭു പറഞ്ഞിട്ടുണ്ട്. ചിത്രത്തിൽ തന്നെ കാസ്റ്റ് ചെയ്യാതിരുന്നത് വളരെ നന്നായി എന്നും മറ്റാർക്കും പകരം വെക്കാൻ പറ്റാത്ത വിധം അതിഗംഭീരമായി സ്നേഹ ആ റോൾ ചെയ്തെന്നും നയൻതാര പറഞ്ഞുവെന്നാണ് വെങ്കട് പ്രഭു വ്യക്തമാക്കിയത്. ഇപ്പോൾ വിജയുടെ പുതിയ സിനിമയുടെ ഔദ്യോഗിക പ്രഖ്യാപനവും ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ്. KVN പ്രൊഡക്ഷൻസ് ആണ് പുതിയ ചിത്രം പ്രഖ്യാപിച്ചത്. വിജയുടെ കരിയറിലെ അവസാന ചിത്രമായി കണക്കാക്കപ്പെടുന്ന ദളപതി 69 എന്ന സിനിമയുടെ പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം എത്തിയത്. ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ സമ്മാനിക്കുന്ന വിജയും സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച സംവിധായകൻ H. വിനോദും സൗത്ത് ഇന്ത്യൻ സംഗീതത്തിലെ ഇന്നത്തെ പ്രധാനികളിൽ ഒരാളായ അനിരുദ്ധ് രവിചന്ദറും ഒന്നിക്കുന്നു എന്ന കാര്യം ഉറപ്പായതോടെ പ്രേക്ഷകരുടെ ആവേശം ഇരട്ടിയായിരിക്കുകയാണ്. വമ്പൻ ആരാധക വൃന്ദമുള്ള വിജയുടെ പുതിയ അവതാരമായിരിക്കും ഇതെന്ന് പ്രൊഡക്ഷൻ ഹൗസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കലാമൂല്യമുള്ളതും നിലവാരമുള്ളതുമായ സിനിമകൾ നിർമ്മിക്കാറുള്ള വെങ്കട് K. നാരായണയാണ് KVN പ്രൊഡക്ഷന്റെ പേരിൽ ചിത്രം നിർമ്മിക്കുന്നത്. ജഗദീഷ് പളനിസ്വാമിയും ലോഹിത് NK-യുമായി ചേർന്നാണ് ദളപതി 69ന്റെ നിർമ്മാണം. ഈ വർഷം ഒക്ടോബറിൽ ചിത്രീകരണം ആരംഭിക്കുന്ന ദളപതി 69 2025 ഒക്ടോബറിൽ തിയേറ്ററിലെത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആരാധകരെല്ലാം പ്രഖ്യാപനം അറിഞ്ഞപ്പോഴേ ആവേശത്തിലാണ്. ആരാണ് നായികയായി വരുന്നത്, മറ്റു താരങ്ങൾ ആരൊക്കെയാണ് എന്നിങ്ങനെ കുറേയേറെ ചോദ്യങ്ങൾ ഇതിനിടെ തന്നെ ഉയർന്നിട്ടുണ്ട്. വൈകാതെ തന്നെ ആ വിശേഷങ്ങളും അറിയാനാകും. ആരാധകർക്ക് ആവേശം നൽകുന്ന പ്രഖ്യാപനങ്ങൾ ഉടൻ ഉണ്ടാകുമെന്നും മറ്റ് താരങ്ങളെക്കുറിച്ചും അണിയറ പ്രവർത്തകരെക്കുറിച്ചുമുള്ള വിവരങ്ങൾ പങ്കുവെക്കുമെന്നും KVN പ്രൊഡക്ഷൻസ് അറിയിച്ചിട്ടുണ്ട്. സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായി അക്ഷമയോടെ കാത്തിരിക്കുകയാണ് ആരാധകർ.